റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളോടാണ് ഈ ചോദ്യം. ആ റിലേഷൻഷിപ്പ് ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളത്. ആയിരുന്നെങ്കിൽ അത് ബ്രേക്കപ്പ് ആയതിനു ശേഷം നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മികച്ചതെന്ന് കണ്ട കെയർ, അഫെക്ഷൻ, ലവ് ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ്. വ്യത്യാസം പിടിയിട്ടുണ്ടോ? അത് വേറൊരാൾ തന്നതല്ല, നിങ്ങൾക്കൊരു ആ പേഴ്സണോട് തോന്നിയ ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം നിങ്ങൾ ഫില്ല് ചെയ്ത ഐഡിയാസാണ്. ഇനി ഈ വ്യത്യാസം പറഞ്ഞുതരാം. ഇനി ഒരു കാലത്ത് നിങ്ങൾ ആരോടെങ്കിലും താല്പര്യം തോന്നുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ തീരുമാനിക്കണം, ആ വ്യത്യാസം കണ്ടുപിടിക്കേണ്ടത് ഇതേ കാര്യത്തിലാണ്. ലൈക്ക് ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണോ, അതോ ആ പേഴ്സൺ റെസിപ്രൊക്കേറ്റ്, അതായത് നിങ്ങളോട് തിരിച്ച് ആ പേഴ്സണും അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകുന്നതിൽ നിന്നും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും.